പെട്ടെന്ന് ഉണങ്ങാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് നീറും. ഇവിടെ എല്ലാം മുറിഞ്ഞു വാരി ദൈവമേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക്കി യാത്ര ബ്ലോഗ്. ഞാൻ അനന്തപുര ജിലാൽ. അപ്പോൾ നമ്മൾ എത്തിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നതുമായിട്ടുള്ള ഒരു സംഭവമാണ് ഡെർമ റോളർ. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് കുറേ പേര് ആൾക്കാർ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, ബ്രോ മിനോക്സിഡിൻ്റെ കൂടെ ഡെർമ റോളർ ഉപയോഗിക്കാവോ, ബീഡോലിൻ്റെ കൂടെ ഉപയോഗിക്കാവോ, അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ സൈസ് എത്രയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് ഫുള്ള് ഡിസ്കസ് ചെയ്യുന്നത്. എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളും ഞാൻ കുറച്ച് റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് പ്രത്യേകിച്ച് ചിലവുകളൊന്നുമില്ല. ഞാൻ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ വേറെ കാര്യങ്ങളുണ്ടല്ലോ, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. രണ്ട് കൂട്ടരെ ഈ വീഡിയോ കാണണ്ട. അതായത് വേണമെന്നുള്ളവരും പിന്നെ സമയമില്ലാത്തവരും. അതായത് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുക, ഇല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ കാണേണ്ട ആവശ്യമില്ല. പിന്നെ സമയമില്ലാത്തവരാരും ഈ വീഡിയോ കാണണ്ട. നിങ്ങൾ ടൈം ഉള്ളപ്പോഴത്തേക്കും ടൈം എടുത്ത് സ്കിപ്പ് ചെയ്യേണ്ട മൊത്തമായി കാണാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അല്ലാതെ ഈ വീഡിയോ അറ്റവും ബാക്കിയും മൂലയൊക്കെ കണ്ടിട്ട് കുറേ പേരൊന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, ബ്രോ ഞാൻ വീഡിയോ പറഞ്ഞ കാര്യം തന്നെ ആയിരിക്കും, പക്ഷേ അവരത് ശ്രദ്ധിക്കാണ്ട് പിന്നെ കമൻറ്റ് ചെയ്ത് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ മുഴുവനായിട്ട് ഈ വീഡിയോ കാണുമെന്ന് പറയുന്നത്. അപ്പോൾ അധികം ലാഗൊന്നുമില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അത് കഴിഞ്ഞ വീഡിയോൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാനൊരു ഡെർമ റോളർ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു യൂസ് കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ യൂസ് ഞാൻ ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ ഷെയർ ചെയ്യാമെന്ന് വെച്ചു, അതെങ്ങനെ യൂസ് ചെയ്യണം അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെർമ റോളർ. ഇത് ഞാൻ ആമസോൺ വഴി വാങ്ങിയത്. ഇത് 0.5 mm ആണ്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് 0.5 mm ഡെർമ റോളറാണ്. അപ്പോൾ ഇതിന് ആമസോൺ വഴിയാണ് വാങ്ങിയത്. ഇത് വാങ്ങണം എന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഒരു യൂസ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇത് എടുത്തിട്ട് ഇതാണ് സംഭവം. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഡെർമ റോളർ എന്താണെന്ന് പറഞ്ഞാൽ, ഡെർമ എന്ന് വെച്ചാൽ സ്കിൻ, റോളർ എന്ന് വെച്ചാൽ ഉരുട്ടുക. അപ്പം നമ്മൾ സ്കിന്നിന് മേലെ ഉരുട്ടുന്നൊരു സംഭവമാണ് ഡെർമ റോളർ. അപ്പോൾ ഇത് എന്തിനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആക്നെ, പിന്നെ ഇത് നമുക്ക് ഫേസിന് ഉണ്ടാകുന്ന സ്കാർ, പിന്നെ നമുക്ക് സ്ട്രെച്ച് മാർക്ക്, പിന്നെ ഈ ചിക്കൻ ബോക്സ് വന്നിട്ട് കുറേ പാടുകൾ ഉണ്ടാവില്ലേ, അങ്ങനെ അതിനായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് പോലെ തന്നെ ഹെയർ ഗ്രോത്തിന് നമുക്കിത് ഉപയോഗിക്കാം, ബിയർഡ് ഗ്രോത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ ഇത് റെജുവിനേറ്റ് ചെയ്യുന്നു, അതായത് പുനർജീവിപ്പിക്കുക എന്ന് പറയും. സത്യം പറഞ്ഞാൽ ഈ ഡെർമ റോളർ എന്തിനാണ് കണ്ടുപിടിച്ചത്, അത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഏജിങ് ആകുമ്പോഴേക്കും ഇവിടെ ചെറിയ ചെറിയ ചുളിവുകളുണ്ടാകും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞ പോലെ സ്ട്രെച്ച് മാർക്ക്, പിന്നെ അങ്ങനെ കുറേ പാട് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ മൂക്കൊലിയൊക്കെ വന്ന പാടുകൾ കാണും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഈ സംഭവം ഉപയോഗിക്കുന്നത്. ഡെർമ റോളർ നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മാത്രമല്ല ലേറ്റർ ആയിട്ടുള്ള സ്റ്റഡീസിൽ അത് കണ്ടെത്തുകയുണ്ടായി, ഈ ഡെർമ റോളർ ഉപയോഗിക്കുന്നതിൽ, അതായത് ബ്ലാക്ക് സ്പോട്ടിലുള്ള നമുക്ക് ഹെയർ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കും അവിടുത്തെ ഹെയർ ഗ്രോത്തിനെ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് കണ്ടെത്തുകയുണ്ടായി, നമുക്ക് ഈ കൊളാജൻ പ്രൊഡക്ഷൻ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഹെയർ ഗ്രോത്തിന് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഫേസിലുള്ള ഹെയർ ഗ്രോത്തിന് മാത്രമല്ല, നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. അതായത് നമ്മുടെ തലമുടി ഇവിടെ നെറ്റി കയറുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അവിടെയുള്ള ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ഇൻക്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഹെയറിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡെർമ റോളറിൻ്റെ കുറച്ച് കാര്യങ്ങൾ. മാത്രമല്ല ഇത് 4 ടൈപ്പ് ഉണ്ട്. അതായത് ഇതിൻ്റെ സൈസിൽ ഇത് ഡിഫറെൻ്റ് ആയിരിക്കുന്നതാണ്. അതിൻ്റെ നീഡിൽസിൻ്റെ സൈസിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് 0.25 0.5 0.75 1 mm അങ്ങനെ 4 ടൈപ്പിൽ ഇത് അവൈലബിൾ ആണ്. അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് 0.5 ആണ്. സാധാരണ നമ്മൾ 7.5 1 ഉപയോഗിക്കുന്നവർ നല്ല പ്രൊഫഷണൽ ആയിരിക്കും. കാരണം അത് അവർക്ക് നന്നായിട്ട് ഉപയോഗിക്കാറുള്ളത് മാത്രം ഈ 7.5 1 mm വാങ്ങിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ എന്തിനാണ് ഇങ്ങനെ അളവ് കൊടുക്കുന്നതിൻ്റെ കാര്യമൊന്നും. അപ്പോൾ അതിനൊരു കാര്യമുണ്ട്. അപ്പോൾ എന്തിനാണ് ഞാൻ പറഞ്ഞുതരാം. കുറേ പേർ ചോദിക്കുന്നുണ്ട്, ഇത് എത്ര ദിവസം നമ്മൾ ഇടവിട്ട് ഉപയോഗിക്കണം, നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇതിൻ്റെ അളവ് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ എത്ര അളവാണ് വാങ്ങിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ പർപ്പസ് അനുസരിച്ച് അത് ഡിഫറെൻ്റ് ആയിരിക്കുകയാണ്.
അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 0.25 mm കുറിച്ചാണ്. അപ്പോൾ 0.25 mm എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള അബ്സോർപ്ഷൻ പവറിൻ്റെ, അതായത് സ്കിന്നിന് നമ്മളിപ്പോൾ എന്തിനാണ് നമ്മൾ അപ്ലൈ ചെയ്താൽ അത് അബ്സോർബ് ചെയ്യുന്നതിൻ്റെ ഇത് ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ അതിനാണ് നമ്മൾ 0.25 ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം. സാധാരണയായിട്ട് 0.25 ഉപയോഗിക്കുന്നത് ലേഡീസാണ്. കാര്യം അവർക്ക് അധികം പാടും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരല്ല, എങ്കിലും അവരുടെ സ്കിന്ന്, അതായത് നമ്മളൊന്ന് ഏജിങ് ആവാണ്ടിരിക്കാനായിട്ട് ജസ്റ്റ് അതൊന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഈ ചെറിയ ചെറിയ ചുളിവുകളൊക്കെ വരുന്നുണ്ടെങ്കിലും അപ്പോൾ അവർ സ്റ്റാർട്ടിങ് തന്നെ ചില ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ഉപയോഗിക്കുന്നത് 0.25 ആയിരിക്കും, അതായത് ബിഗിനേഴ്സ്. മാത്രമല്ല 0.25 ഉപയോഗിക്കുന്നവർ 3 ദിവസത്തിലൊരിക്കൽ ഇത് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ ഡെയിലി ഉപയോഗിക്കരുത്, ഒരു 3 ദിവസം കൂടുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും 0.25 mm. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 0.5 കുറിച്ചാണ്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് 0.5 ആണ്, നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ചെറിയ രീതിയിലുള്ള ചുളിവുകൾ വരാം, ഡാർക്ക് സ്പോട്ടുകൾ വരാം, സൺബേൺ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് 0.5 ഉപയോഗിക്കുന്നത്, അതായത് അധികം ചുളിവും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരും ജസ്റ്റ് നമുക്ക് ചെറിയ ചെറിയ പാടുകളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ 0.5 mm ഉപയോഗിക്കാം. ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 0.5 mm ഉപയോഗിക്കേണ്ട ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമ്മൾ 2 വീക്സിൽ വൺസ്, അതായത് 2 ആഴ്ച ഒരിക്കൽ മാത്രമേ നമ്മളിത് ഉപയോഗിക്കാവൂ. അത് എല്ലാ ആഴ്ചയും കയറി ഉപയോഗിച്ച് കളയരുത്. അപ്പോൾ നമ്മുടെ സ്കിന്ന് നമ്മൾ ടോർച്ചർ ചെയ്യുകയാണ്. നമ്മുടെ സ്കിന്ന് വല്ല ഗൊറില്ല ഗ്ലാസ് ഒന്നും അല്ല, ഇത് നമ്മൾ മുറിയാണ് ചെയ്യുന്നത്. നമ്മൾ ആക്കുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ ഹോളുകളുണ്ടാകും നമ്മുടെ സ്കിന്നിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 2 ആഴ്ച മാത്രം ഈ 0.5 mm ഉപയോഗിക്കുന്നവർ അത് ഉപയോഗിക്കുക. പിന്നെ ഉള്ളത് 0.75 mm ആണ്. അപ്പോൾ 0.75 mm ഉപയോഗിക്കുന്നവർ എന്തിനാണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ. അപ്പോൾ അതെന്താണെന്ന് അറിയാത്തവർ കഴിഞ്ഞ വീഡിയോ കാണുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മൂലം ഉണ്ടാകുന്ന പാടുകൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ളവരും അത്യാവശ്യം ചുളിവുകളൊക്കെ ഉള്ളവരാണ് ഈ 0.75 ഉപയോഗിക്കുന്നത്. അപ്പോൾ 0.75 ഉപയോഗിക്കുന്നവർ ഒരു 4 ആഴ്ച, അതായത് ഒരു മാസത്തിൽ ഒരിക്കൽ മാത്രം അത് ഉപയോഗിക്കുക. അല്ല, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1 mm പറ്റിയാണ്. അപ്പോൾ 1 mm യൂസ് ചെയ്യുന്നവർ അതായത് അതിൻ്റെ എക്സ്ട്രീം ലെവലുള്ളവർ മാത്രം ഉപയോഗിക്കുക. അതായത് നമ്മുടെ ചിക്കൻ ബോക്സ് വന്ന മാർക്കുകളോ, പിന്നെ നന്നായിട്ടുള്ള ചുളിവുകളോ, അതായത് എന്തെങ്കിലും മുറിവ് വന്ന പാടുകളോ, സ്ട്രെച്ച് മാർക്കുള്ളവരോ അങ്ങനെയുള്ളവരാണ് ഈ 1 mm ഉപയോഗിക്കുന്നത്. അപ്പോൾ 1 mm ഉപയോഗിക്കുന്നവർ അതും ഇതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കൽ മാത്രം അത് ഉപയോഗിക്കുക. സാധാരണ ഈ 1 mm ഉപയോഗിക്കുന്ന എല്ലാവരും അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് പോലെയാണ് ചെയ്യാറുള്ളത്. അവർ സ്വന്തമായിട്ട് ചെയ്യുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. 1 mm ഉപയോഗിക്കുന്നവർ സാധാരണ ഹോസ്പിറ്റലിൽ പോയിട്ട് ക്ലിനിക്കോ അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് ഡോക്ടറിനെ കൊണ്ടായിരിക്കും അവർ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെയുള്ള, അപ്പോൾ അത്രയ്ക്കും പാടുകളുള്ളവർ മാത്രമേ ഈ 1 mm നീഡിൽ ഉപയോഗിക്കാവൂ. പിന്നെ കുറച്ച് പേര് ചോദിക്കുന്ന ചോദ്യമാണ്, നമുക്ക് മിനോക്സിഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഓപ്പൺലി ഞാൻ പറയുകയാണ്, ഈ സാധനം ഞാൻ മിനോക്സിഡിൽ കൂടെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് അറിയില്ല ഇതെങ്ങനെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസും കയറി കണ്ടു, ഞാൻ കുറച്ചൊന്ന് ഗൂഗിളിലൊക്കെ സെർച്ചൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ അവർ പറയുന്ന മിനോക്സിഡിൽ ഉപയോഗിക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ ഉപയോഗിക്കാം, നോ പ്രോബ്ലം. ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ലത് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് മിനോക്സിഡിലോ ബിയർഡോയിലോ എന്ത് ഉപയോഗിക്കുന്നവരായാലും നമ്മളിത് നമ്മുടെ ഫേസ് നമ്മളിത് റോൾ ചെയ്യുന്ന സമയത്ത് അവിടെ മുറിവുണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 24 hours, അതായത് ഒരു ദിവസത്തേക്ക് നിങ്ങൾ അവിടെ ഒരു സംഭവം ഒന്നും നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സെറം അല്ലെങ്കിൽ അതുപോലുള്ള വെളിച്ചെണ്ണ അങ്ങനെ എന്തെങ്കിലും മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അല്ലാണ്ട് ഒരു ക്രീമുകളോ ഒന്നും നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. ഈ മിനോക്സിഡിൽ എന്ന് പറയുന്ന സാധനം അതിൽ ആൽക്കഹോളുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഒരു എഫക്റ്റുള്ള ഒരു മെഡിസിനാണ് മിനോക്സിഡിൽ. അപ്പോൾ നിങ്ങളിത് തേച്ച ഉടനെ അതിൻ്റെ അപ്പോൾ തന്നെ നിങ്ങൾ മിനോക്സിഡിൽ നിങ്ങൾക്ക് പെട്ടെന്ന് താടി വരുത്താൻ വേണ്ടി നിങ്ങളത് വാങ്ങി തേച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മുഖം എന്താണെന്ന് എനിക്കറിയില്ല. അത് ഭയങ്കരമായ ചിലപ്പോൾ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. കാര്യം മുറിവിലൂടെ ഇത് ഉള്ളിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ പുറത്ത് തേക്കുള്ള മരുന്ന് ഇത് ഈ മുറിവിലൂടെ ഉള്ളിലേക്ക് പോയാൽ അത് എന്താവും എന്ന് എനിക്കറിയില്ല. അപ്പോൾ നല്ല സൈഡ് എഫക്റ്റ് ഉണ്ടാകാനാണ് ചാൻസ്. അപ്പോൾ നിങ്ങളിത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മിനോക്സിഡിലാണെങ്കിൽ മിനോക്സിഡിൽ ഉപയോഗിക്കാം, ബിയർഡോയിലാണെങ്കിൽ ബിയർഡോയിൽസ് ഉപയോഗിക്കാം, നോ പ്രോബ്ലം. അപ്പോൾ നമുക്കിത് എവിടെയെല്ലാം ഉപയോഗിക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്കാൽപ്പിലും ഉപയോഗിക്കാം, നമ്മുടെ ഫേസിലും ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതായത് നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് സ്കിന്നുള്ള കുറച്ച് സംഭവം, അതായത് നമ്മുടെ കഴുത്ത്, നമ്മുടെ കണ്ണിന് താഴെ, ഈ കണ്ണിൻ്റെ പോള, അവിടെ നിങ്ങൾ ഒരിക്കലും ഇത് ഉപയോഗിക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ നെറ്റിൽ ഉപയോഗിക്കാം, നമ്മുടെ ഈ ഭാഗങ്ങളിൽ ഉപയോഗിക്കാം, നമ്മുടെ കവിള്, താടി, ഈ നെറ്റി കയറുന്ന ഈ ഭാഗങ്ങളിൽ അവിടെ എല്ലാം ഉപയോഗിക്കാം, നോ പ്രോബ്ലം. പക്ഷെ നിങ്ങൾ ഒരിക്കലും കണ്ണിന് താഴെയോ ഈ കണ്ണിൻ്റെ പോളകളിലോ കഴുത്തിലോ ഇത് ചെയ്യരുത്. നമ്മളിത് ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മളിത് സാനിറ്റൈസേഷൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡെറ്റോളാണ്. ഇത് കണ്ടാൽ മോരും വെള്ളം പോലെ ഇരിക്കുമെങ്കിലും ഇത് ഡെറ്റോളാണ്. ഡെറ്റോൾ നമ്മൾ ഒരടപ്പൊഴിച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സാനിറ്റൈസേഷൻ ചെയ്യാം. നിങ്ങൾക്കിതിപ്പോൾ ഡെറ്റോൾ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് സാനിറ്റൈസർ യൂസ് ചെയ്യാം, ആൽക്കഹോൾ യൂസ് ചെയ്യാം, എന്തുവേണം യൂസ് ചെയ്യാം. ഓക്കെ, ഈ സർജിക്കൽ ആൽക്കഹോളുണ്ട്, നമുക്ക് സ്പിരിറ്റ്, അത് നമുക്ക് യൂസ് ചെയ്യാം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഡെറ്റോളാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ എടുത്തിട്ട് മാറ്റാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഇത് മാറ്റി വെച്ചതിന് ശേഷം നമ്മളൊരു കോട്ടൺ തുണിയോ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുക്കുക. അപ്പോൾ എൻ്റെ ഇപ്പോൾ ടിഷ്യൂ പേപ്പർ തീർന്നതുകൊണ്ട് ഞാൻ ഒരു കോട്ടൺ തുണി എടുത്തത്. അപ്പോൾ നമുക്ക് ഈ തുണിയുടെ മുകളിൽ ഇങ്ങനെ കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം. അപ്പോഴത്തേക്കും ഇതിലുള്ള ഇതെല്ലാം ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. ഇതിവിടെ വെച്ച് നിങ്ങൾ ഉരുട്ടുകയും ചെയ്യരുത്, ഇതിവിടെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം, ഒന്ന് ഡ്രൈ ആവാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ശകലം പോലും വാട്ടർ കണ്ടൻറ്റിനകത്തില്ല, നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന അങ്ങനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് നല്ല ക്ലീൻ ആയിരിക്കണം. അതായത് അഴുക്കൊന്നും കാണരുത്. നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ നിങ്ങൾ ഫേസ് നന്നായിട്ട് എന്തെങ്കിലും വെച്ച് വാഷ് ചെയ്യുക, നല്ല ഡ്രൈ ആക്കി വയ്ക്കുക ഫേസ്, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്. ഓക്കെ, പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ സ്വന്തം സ്കിന്നാണ്, ഇത് ടൈറ്റാനിയം നീഡിലാണ്. അപ്പോഴത്തേക്കും ഇത് മുറിവ് കൊണ്ടാണ് ചെയ്യുന്നത്. ഇത് ഗൊറില്ല ഗ്ലാസ് ഒന്നുമല്ല, ഒരുപാട് ബലം നിങ്ങൾ പ്രയോഗിക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഒരു മിതമായ ഒരു ഫോഴ്സിൽ ഇത് 3 രീതി നമുക്ക് ഇത് ചെയ്യണം. അതായത് ഹൊറിസോണലി, വെർട്ടിക്കലി, പിന്നെ ഡയഗണലി. ഓക്കെ, ഞാൻ അങ്ങനെ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈ ഭാഗത്താണ്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ഹൊറിസോണലി അപ്ലൈ ചെയ്യണം. ഒരു 6-7 തവണ അങ്ങോട്ട് ഇങ്ങോട്ട് ചെയ്യുക. ഇനി വെർട്ടിക്കലി ചെയ്യണം. ഇനി ഡയഗണലി ചെയ്യണം. 1, 2, 3, 4. അപ്പോൾ ഇങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വേദന ഉണ്ടാവും. അപ്പോൾ വേദന സഹിക്കാൻ പറ്റാത്തൊരാരും ഇത് ഉപയോഗിക്കരുത്, കുറച്ച് വേദന ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും കട്ടിയുള്ള സ്കിന്നാവണമെന്നില്ല. ചില ആൾക്കാർക്ക് നല്ല സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നായിരിക്കും. ചില ആൾക്കാർ ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ചെറിയായിട്ട് രക്തം ഇങ്ങനെ പൊടിഞ്ഞ് വന്നിരിക്കുന്ന കാണാം. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അപ്പോൾ എല്ലാവർക്കും വേണമെന്നില്ല. പക്ഷേ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മൂക്കിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ചെറിയൊരു ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കണ്ടറിയാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇത് അതേപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്, ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കി എല്ലാ ഭാഗങ്ങളിലും ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മളത് ഏകദേശം ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ ചെറിയൊരു ബ്ലീഡിങ് വരുന്നുണ്ട്, അതുപോലെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇത് ഉപയോഗിക്കുന്നത് ഒരിക്കലും, അതായത് ഞാൻ പറയാൻ വിട്ടുപോയി, നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും മുഖക്കുരുവോ, അതായത് പൊട്ടാറിയ മുഖക്കുരുവോ അങ്ങനെ എന്തെങ്കിലും വലിയ കുരുവോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണത്തിൽ നിങ്ങൾ ഉപയോഗിക്കരുത്. നിങ്ങളുടെ സ്കിന്ന് ഒരുപാട് വികൃതമായി മാറത്തേ ഉള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത് ഒരു മാറ്റം ഉണ്ടാവില്ല. നിങ്ങളുടെ മുഖം അതിനേക്കാളും കൂടുതൽ ഒരു വിരൂപമായിട്ട് മാറത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ മുഖക്കുരുവോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരൊന്നും ഇത് ഉപയോഗിക്കരുത്. നല്ല വേദനയാണ് മോനെ, കിളി പോവാണ്, കണ്ണൊക്കെ നിറഞ്ഞ്. ഇനി ഇതൊക്കെ തേച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉപയോഗം ഉണ്ടാവും. അതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഇത്ര വേദനയൊക്കെ സഹിക്കുന്നത്. പിന്നെ നമുക്ക് എവിടെയെങ്കിലും താടി മീശയൊക്കെ ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പാച്ച് ആയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്കാണ്ട് ഇവിടെയാണ് പാച്ച് ആയിട്ടുള്ളത്, അതായത് നമ്മൾ ഈ താടി മീശയുടെ ഇവിടെ ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഇതൊന്ന് തേച്ച് വിട്ടേക്കാം. നിങ്ങൾ ഒരുപാട് മുടിയുള്ള ഭാഗത്ത് ഇത് വെച്ച് റോൾ ചെയ്യരുത്. കാര്യം ഇവിടെ മൊത്തം നീഡിൽസാണ്. മിക്കവാറും മുടി ഇവിടെ കയറി ഉടക്കി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എവിടെയൊക്കെ ഇല്ല അവിടെ മാത്രമേ അപ്ലൈ ചെയ്യാവൂ. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഓക്കെ, കുറച്ച് വേദനയൊക്കെ സഹിച്ചാലും പിന്നൊരു സുഖം കാണും. നല്ല നീറ്റലുണ്ട്. ചില ആൾക്കാർക്ക് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് മുഖം നന്നായിട്ട് ചുമക്കാം, ഇതുപോലെ ബ്ലീഡിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് മുഖം നീര് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ചെറിയ ചെറിയ സൈഡ് എഫക്റ്റാണ്.
പിന്നെ ഉണ്ടാകുന്ന മെയിനായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റാണ് ഇൻഫെക്ഷൻ. അപ്പോൾ ഇൻഫെക്ഷൻ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് സാനിറ്റൈസ് ചെയ്യുന്ന കാര്യം. പിന്നെ ഇത് നിങ്ങൾ ഒരെണ്ണം വാങ്ങിയിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കോ നിങ്ങളുടെ വീട്ടുകാർക്കോ ഒക്കെ ഉപയോഗിക്കാൻ നിങ്ങൾ കൊടുക്കരുത്. ഇത് ഒരാൾ വാങ്ങിയാൽ, ഇതിപ്പോൾ ഞാൻ വാങ്ങിയ സാധനം ഞാൻ മാത്രമേ ഉപയോഗിക്കൂ. കാര്യം ഇത് നമ്മുടെ സ്കിന്നിൽ മുറിവുണ്ടാക്കുന്ന സാധനമാണ്, ഇത് നീഡിലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേറൊരാൾക്ക് ഇത് ഉപയോഗിക്കാൻ കൊടുക്കരുത്, വേറൊരാൾക്ക് നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുകയും ചെയ്യരുത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേയും ഉപയോഗിച്ചതിന് ശേഷവും ഈ സെയിം പ്രോസസ്സ്, അതായത് നന്നായിട്ട് സാനിറ്റൈസേഷൻ ചെയ്യണം. നന്നായിട്ട് ഇത് അണുവിമുക്തമാക്കിയേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് കൊണ്ട് ചൂടുവെള്ളത്തിൽ കൊണ്ട് മുക്കുകയും ചെയ്യരുത്. നിങ്ങൾ ഇത് ഇങ്ങനെ മാത്രം ചെയ്താൽ ഡെറ്റോളോ അല്ലെങ്കിൽ സർജിക്കൽ സ്പിരിറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്കാണ് ഇതേപോലെ ഇറക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ഇത് ഇങ്ങനെ വയ്ക്കുക. പഴയ പോലെ തന്നെ ഇത് ഉണക്കുക, ക്ലീൻ ചെയ്യുക, ഈ പെട്ടിക്കകത്തിട്ട് വയ്ക്കുക, അടച്ച് വയ്ക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 24 അവർ നമ്മൾ വേറെ ഒരു ക്രീമോ, നിങ്ങൾ വെളുക്കാനുള്ള ക്രീമോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, മിനോക്സിഡിലോ ബിയർഡ് ഓയിലോ അപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ 27 മണിക്കൂറത്തേക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നിങ്ങൾ മുഖത്ത് ദയവ് ചെയ്ത് അപ്ലൈ ചെയ്യരുത്. അത് എന്താവുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ അതും കെമിക്കലാണ്. ഇത് ഒന്നത് ഇവിടെ മുറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ ചിലപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് കൂടുതലായിട്ടുള്ള എന്തെങ്കിലും സീനാവാനാണ് ചാൻസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നമുക്കിത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഫേസ് വാഷ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസ് നമ്മൾ വാഷ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഒരു സെറംസ് ഇല്ലേ, വൈറ്റമിൻ സി സെറമോ അല്ലെങ്കിൽ വൈറ്റമിൻ ഇയോ അല്ലെങ്കിൽ നമ്മൾ കോക്കനട്ട് ഓയിൽ നമുക്ക് തേക്കാം. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ കോക്കനട്ട് ഓയിൽ തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോയ്സ്ചർ ചെയ്യണമെങ്കിൽ കോക്കനട്ട് ഓയിൽ മാത്രം തേക്കുക. അല്ലാണ്ട് പൗഡറോ ഫെയർ ആൻഡ് ലവ്ലിയോ ഫെയർ ഹാൻഡ്സമോ എന്താണ് ഈ ഫേസ് ക്രീമോ അങ്ങനെയുള്ള ഒന്നും നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. ഇത് ഇത്ര മാത്രമേ അപ്ലൈ ചെയ്യൂ. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന വൈറ്റമിൻ സി സെറമാണ്. ഇതിപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തായിരുന്നു ഇതിനെക്കുറിച്ച്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അതിൽ കയറി ഞാൻ ഇവിടെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. വൈറ്റമിൻ സി എങ്ങനെ വാങ്ങാം, ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വൈറ്റമിൻ സി നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മുടെ ഫേസിൽ. വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം അതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ അത് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും. മാത്രമല്ല നമ്മുടെ ഹീലിംഗ് പ്രോസസ്സ് എല്ലാം ഫാസ്റ്റായിട്ട് നടക്കുകയും ചെയ്യും. ഈ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് നീറും, ഇവിടെ എല്ലാം മുറിഞ്ഞു വാരി ചെയ്തത്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് കുറച്ച് പെയിൻഫുള്ളാണ്. അപ്പോൾ നമുക്കിത് വൈറ്റമിൻ സി എങ്ങനെ അപ്ലൈ ചെയ്യണം ഞാൻ കാണിച്ചു തരാം. ഇതിനുശേഷം കുറച്ചെടുക്കുക, അതായത് ഏകദേശം ഇത്ര എടുക്കാവൂ. എന്നിട്ട് നമ്മൾ കുറച്ച് ഭാഗങ്ങളേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്യുക. ഈ കുപ്പി അടച്ച് മാറ്റി വയ്ക്കുക, അത്രയും. എന്നിട്ട് നന്നായിട്ട് എല്ലായിടം ഒന്ന് മസാജ് ഒന്നും ചെയ്യണ്ട കേട്ടോ. നിങ്ങൾ ഇതാ ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ബിയർഡ് ഓയിൽ ഞാൻ ഇന്ന് തേക്കുന്നില്ല. ഞാൻ രാവിലെ തേച്ചോളൂ, ഇന്ന് തേച്ചില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇനി ബിയർഡ് ഓയിൽ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നാളെ വൈകുന്നേരമായി, അതായത് നാളെ രാത്രിയായിരിക്കും. നാളെ രാവിലെ ഒന്നും അപ്ലൈ ചെയ്യില്ല. കാരണം ഇത് ഉണങ്ങി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷനൊക്കെ നന്നായിട്ട് നടക്കണം. മാത്രമല്ല ഇത് ഉണങ്ങാനും ഒരു 24 അവർ നമ്മൾ ടൈം കൊടുക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ എന്തെങ്കിലും ക്രീമോ കാര്യങ്ങളോ ഒക്കെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇത് കുറച്ച് ചെറിയൊരു മാറ്റമുണ്ട്. നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ട, എന്നെ ആ നമ്പറിൽ വിളിച്ചാൽ മതി. വാട്സപ്പ് മെസ്സേജ് കുറേ വരുന്നത് കൊണ്ട് എനിക്ക് എല്ലാത്തിനും റിപ്ലൈ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ നമ്പറിലേക്ക്, ഞാൻ ഇവിടെ കൊടുത്തേക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക. ഇപ്പം നമ്പർ വിളിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തേക്കാം. ആ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, അപ്പോഴത്തേക്കും നിങ്ങൾ വിളിക്കാനുള്ള ടൈം രാവിലെ ഒരു 10 മണിക്ക് ശേഷം, രാത്രി ഒരു 10 മണിക്ക് മുന്നേ. നിങ്ങൾ ആ ടൈമിൽ നിന്ന് എന്നെ എപ്പോഴെങ്കിലും വിളിക്കാം. ഞാൻ കാണുന്ന ടൈമിൽ ഞാൻ ഫോൺ എടുത്ത് നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുവിധം ഡൗട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിളിച്ച് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു പുതിയ ഐറ്റമായിട്ട് പിന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ കാണുമായിരിക്കും. സ്റ്റേ സേഫ്, എല്ലാവരും സേഫായിട്ടിരിക്കുക. കൊറോണയാണല്ലേ, ഇവിടെ വെളിയിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ബൈ.